മലപ്പുറം ആനക്കര പഞ്ചായത്തിൽ തുടർച്ചയായി ആളൊഴിഞ്ഞ പ്രദേശത്ത് മാലിന്യം തള്ളുന്നതായി പരാതി. ഇത്തരക്കാർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെന്നാണ് ആരോപണം. കഴിഞ്ഞ 2 മാസത്തിനിടെ 4 തവണയാണ് ആനക്കര പാറക്കുളം റോഡിന് സമീപത്തെ പാടശേഖരത്തിലേക്ക് മലിനജലം ഒഴുക്കിവിട്ടത്. സംഭരിച്ചുവെച്ച ടൺ കണക്കിന് നെല്ലിലേക്കാണ് സാമൂഹ്യവിരുദ്ധർ മലിനജലം ഒഴുക്കിവിട്ടത്. ഇതോടെ കർഷകനായ കൃഷ്ണന്റെ നെല്ലും നശിച്ചു. ഇവിടെ കുറേ ഈ മാലിന്യങ്ങൾ കൊടുന്ന് തട്ടുണ്ട്. ഇപ്പോൾ കാറ്റാടിക്കടവ് അവിടെ കൊടുത്ത് തട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ റോഡ് സൈഡിൽ, അതായത് പള്ളിപ്പടി ചാനൂർ റോഡിന് ഈ സൈഡിലും തട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് യൂണിഷെഡ് വഴിക്ക് അങ്ങോട്ട് പോകണ AWS കോളേജിൻ്റെ അവിടെ ആ സൈഡിലൊക്കെ കൂടുതൽ മാലിന്യങ്ങൾ നല്ല തട്ടുന്നുണ്ട്. ഭാരതപ്പുഴ കാറ്റാടിക്കടവിൽ ആഴ്ചയ്ക്ക് മുൻപ് സമാനമായ രീതിയിൽ മാലിന്യം തള്ളിയിരുന്നു. ഇവിടെയും സ്ഥിരമായി ഒഴുക്കിവിടുന്നുണ്ടെന്നാണ് പരാതി. ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ CCTV ക്യാമറകൾ ഇല്ലാത്തതും ഇത്തരക്കാർക്ക് കൂടുതൽ സൗകര്യമുണ്ടാക്കുന്നുണ്ട്. ഇവിടെ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിലും നിലവിൽ വന്നില്ല. രാത്രി കാലങ്ങളിൽ സംഭവിക്കുന്നത് കൂടുതലായിട്ടും നമ്മളാരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഒരു വൈകുന്നേരം 12-10-15 ശേഷം കൊടും തട്ടുന്നതാണ് സാധനങ്ങളാണിത്. 2 വർഷമാണ് ഇതേമാതിരി തന്നെ പുഴയുടെ ആ സൈഡിൽ ഇതേ പ്രശ്നമാണ്. കുറേ കംപ്ലൈൻറ്റ് കൊടുക്കും, പോലീസുകാർ വരും, പോവും, ഇത്ര മാത്രമേ ഉള്ളൂ. ആനക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ പരാതിയിൽ തൃത്താല പോലീസ് സംഭവസ്ഥലത്തെത്തി. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മുഹമ്മദ്, മറ്റ് ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരും സന്നിഹിതരായിരുന്നു. തുടർന്ന് പോലീസ് വിവിധയിടങ്ങളിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു. അതേസമയം തൃത്താല മേഖലകളിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നുണ്ടെന്ന വ്യാപക പരാതിയും നിലനിൽക്കുന്നുണ്ട്. വിഷയത്തിൽ പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്നും നിരന്തരം പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാത്തതിനാൽ പ്രതീക്ഷ നശിച്ചെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.